സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. ുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷം സേവകരെ കുറിച്ചാണ്. ജോലി ചെയ്യുന്ന സേവകർ ജോലി ചെയ്തതിന് ശേഷം അവനൊരു താങ്ക്സ് പറഞ്ഞാൽ ഇതെൻ്റെ കടമയാണ് എന്ന് പറയും എന്നാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ പലരും ഈ സേവകന്റെ അടുത്ത് തന്നെ നിൽക്കുകയാണ്. സർവന്റിന്റെ അടുത്ത് നിന്ന് യജമാന്റെ പക്കലേക്ക് പോകാൻ പലരും മടിക്കുകയാണ്. കാരണം അവർക്ക് ആവശ്യത്തിന് കാര്യങ്ങളൊക്കെ സെർവ് ചെയ്ത് കിട്ടുന്നുണ്ട്. എന്നാൽ യജമാനാണ് ഇതെല്ലാം അവിടെ വാങ്ങി വെച്ചിരിക്കുന്നത്. അവര് സെർവ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ശ്രദ്ധ എപ്പോഴും യജമാനിലേക്ക് ആയിരിക്കണം. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മളെല്ലാവരും സേവകരാണ്. നമ്മൾ ആരുടെയും മുമ്പിൽ നമ്മെ തന്നെ കൂടുതലായിട്ട് വെളിപ്പെടുത്തി കൊടുക്കുക അല്ലെങ്കിൽ മഹിമപ്പെടുത്തുവാൻ ഇടയാകരുത്. നമ്മളെപ്പോഴും സർവൻ്റാണ് എന്ന ചിന്താഗതിയിൽ മുന്നോട്ട് പോകണം. എങ്കിൽ മാത്രമേ അവർക്ക് യേശുവിനെ കണ്ടെത്താൻ പറ്റുള്ളൂ. ആരെങ്കിലും നിന്നോടൊപ്പം വന്ന് നിന്നു എങ്കിൽ അത് നിന്റെ ജീവിതത്തിൻ്റെ പരാജയമാണ്. നീ അവരെ വിളിച്ചുകൊണ്ട് പോകേണ്ടത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണ്. വിളവധികം വേലക്കാർ ചുരുക്കം എന്ന് പറഞ്ഞിരിക്കുന്നത് വിളവിൻ്റെ നാഥനിലേക്ക് ആൾക്കാരെ വിളിക്കുവാൻ വേണ്ടിയാണ്. അങ്ങനെയാണോ നീ ചെയ്യുന്നത്? നീ വിളിക്കുമ്പോഴെല്ലാം നിന്റെ അടുക്കലേക്കാണോ നീ വിളിക്കുന്നത്? നിന്റെ അടുക്കലേക്ക് വിളിച്ചതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. നീ യജമാൻ്റെ അടുക്കലേക്ക് പോകുവാൻ അവരെ നിർബന്ധിക്കണം. അതിനായിട്ടാണ് നിന്നെ തമ്പുരാൻ വിളിച്ചിരിക്കുന്നത്. ആ ഒരു ബോധ്യം മനസ്സിലാക്കിക്കൊണ്ട് ശുശ്രൂഷ ചെയ്യുവാനുള്ള കൃപാവരം നമുക്ക് ഏവർക്കും ലഭിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു.